അസ്സലാമു അലൈക്കും. ഉസ്താദേ, നമ്മൾ ചെറുപ്പകാലം മുതലേ മദ്രസകളിൽ പഠിച്ചു വന്നതാണ് റസൂലുള്ളാഹിക്ക് ഒരിക്കലും നിഴലുണ്ടാവില്ല എന്നുള്ളത്. അതിന് നേരെ എതിർവാദമാണ് വഹാബികൾക്കുള്ളത്. അപ്പം നമ്മുടെ നാടുകളിലൊക്കെ ഈ അടുത്തിടെയായിട്ട് പ്രചരിക്കുന്ന ഒരു പ്രസംഗമുണ്ട്, പേരോട് ഉസ്താദിൻ്റെ പേരിൽ. മുസ്നദിൽ റസൂലുള്ളാഹിൻ്റെ നിഴൽ സൈനബ് ബീവി കണ്ടു എന്ന രീതിക്ക് ഒരു ക്ലിപ്പ് പ്രചരിക്കുന്നുണ്ട്. അത് ശരിക്കും റസൂലുള്ളാഹിൻ്റെ നിഴൽ തന്നെയാണോ കണ്ടത്? അങ്ങനെ നിഴലുണ്ട് എന്ന് ഏതെങ്കിലും ഒരു കിതാബ് ഉദ്ധരിച്ച് ഉസ്താദിന് പറയാൻ കഴിയുമോ? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഈ സർവ്വലോകത്തിൻ്റെയും നിദാനമാണ്. അള്ളാഹു തആല അവിടത്തേക്ക് നൽകിയ മഹത്വം വളരെ വലുതാണ്. ഒരാൾക്കും ആ ഒരു മഹത്വം കൊടുത്തിട്ടില്ല. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ തഹത്തിൽ നടക്കുമ്പോൾ ആ സൂര്യചന്ദ്രൻ്റെയും മറ്റു വെളിച്ചത്തിൻ്റെയും അപ്പുറത്തുള്ള നിഴൽ എന്നർത്ഥത്തിലുള്ള നിഴല് അള്ളാഹുവിൻ്റെ റസൂലിന് ഒരിക്കലും ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങളും എല്ലാ ഇമാമുകളും എഴുതി വെച്ചതും പറയുന്നതും പഠിപ്പിക്കുന്നതും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതും അത് തന്നെയാണ്. എന്നാൽ അതിന് വിരുദ്ധമായി അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാനിയത്ത് ചില അത്ര തേക്കുമ്പോഴേക്ക് മറഞ്ഞു പോകാവുന്നതാണ് എന്ന അർത്ഥത്തിലുള്ള ചില പ്രയോഗങ്ങൾ ചില കള്ളത്തൊരീഖത്തിൽ പെട്ടുപോയ പിഴച്ച ചില കക്ഷികൾ പറയുന്നുണ്ട്. അത് സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധമാണ്. അങ്ങനെയുള്ള എല്ലാ വഹാബികളുടെയും എതിരായ ആശയമാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ അർത്ഥത്തിലുള്ള ഒരു നിഴലും ഉണ്ടായിട്ടേ ഇല്ല. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഷറഫാണ്. അതിന് കാരണമായിട്ട് ഇമാമുകൾ പലതും പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട നിഴൽ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് നിലത്ത് തട്ടി പലരും ചവിട്ടി പോകാനിടയാകും, അല്ലെങ്കിൽ മ്ലേച്ഛമായ സ്ഥലങ്ങളിൽ വീഴാൻ ഇടയാകും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു തആല അതിന് പോലും അവസരം കൊടുക്കാതെ അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹു തആല ആദരിച്ചതാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ അർത്ഥത്തിൽ അഥവാ വെളിച്ചത്തിന്റെ പുറത്ത് കാണുന്ന ഇരുട്ട് എന്ന അർത്ഥത്തിലുള്ള ഒരു നിഴല് ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ ഒരാളും പറഞ്ഞിട്ടില്ല. മഹാനായ പേരോട് ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, 40 കൊല്ലമായി അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഗർജിക്കുന്ന സിംഹമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ. ഇന്ന് കാണുന്ന ഏത് വഹാബിയും നിരീശ്വരവാദിയും യുക്തിവാദിയും കള്ളത്തൊരീഖത്തും തബ്ലീഗ് ജമാഅത്തും അടക്കമുള്ള മുഴുവൻ പുത്തൻവാദികളെയും ഇരുത്തേണ്ടിടത്ത് ഇരുത്തിയവരാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ. ഉസ്താദിന്റെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഇവിടെ പല കള്ളത്തൊരീഖത്തുകാരും ഉന്നയിക്കുന്നുണ്ട്. അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അവിടുന്ന് പറയാത്ത ആരോപണം ഉന്നയിച്ചതുപോലെ ഇന്നത്തെ ആലിമീങ്ങളുടെ പേരിലും അവർ പറയാത്ത ആരോപണങ്ങൾ പലരും പറയുന്നുണ്ട്. അതിലാരും വഞ്ചിതരാകരുത് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഉസ്താദ്, അതിൻ്റെ ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. ക്ലിപ്പ് ഒന്ന് കേൾപ്പിക്കാനുള്ളൊരു അവസരം തരണം. അല്ലല്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. ക്ലിപ്പിലുള്ളത് നിഴൽ ഇല്ല, നിഴൽ എന്ന നിഴൽ ഇല്ല, അതിന്റെ വിശദീകരണമായിട്ട് ഞാൻ പറഞ്ഞോട്ടെ. അതിൽ ഉസ്താദ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു സഹോദരന്റെ ചോദ്യത്തിന് മറുപടി എന്ന രീതിക്ക് പറയുന്നുണ്ട്, നിഴലില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും എവിടെയും ഇല്ല എന്നല്ല, നിഴലുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും എവിടെയും എങ്ങനെയും ഉണ്ട് എന്നുമല്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനെങ്ങനെയൊന്ന് വിശദീകരിച്ചു തരിക. കാരണം നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചത് ഞാൻ ഇതും കൂടി കണ്ടിട്ടാണ് നിങ്ങൾക്ക് ഒരു മുഴം നീട്ടിയറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ മറുപടി ശ്രദ്ധിക്കുക. അതായത് നിഴൽ എന്ന പദം മലയാള പദമാണ്. അതിന് ശബ്ദധാരാവലി അതിന് പല അർത്ഥങ്ങളുണ്ട്. നിഴൽ എന്ന് പറയുമ്പോൾ വെളിച്ചത്തിന്റെ പുറത്ത് കാണുന്ന ഇരുട്ട് എന്ന അർത്ഥത്തിൽ ഒരർത്ഥമാണ് നിഴലിന്റെ. അതുപോലെ പിന്നെ പ്രതിബിംബം കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നതിന് നിഴൽ എന്ന് പറയാം. അതുപോലെ നമ്മൾ ഒരാളെ കാണുന്ന ഒരു അവ്യക്തമായ ഒരു കാഴ്ചയുണ്ട്, ആ കാഴ്ചക്കും നിഴൽ എന്ന് പറയാം. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, അവൻ്റെ ഒരു നിഴലാട്ടം കണ്ടു എന്ന്. കാണുന്നത് എന്താണെന്ന് വ്യക്തമാകൂല ചിലപ്പോൾ. അപ്പോൾ അവൻ്റെ ഒരു നിഴലാട്ടം കണ്ടു എന്ന് നമ്മൾ സാധാരണ പ്രയോഗിക്കാറുള്ളതാണ്. പച്ച മലയാളമല്ലേ ഇതെല്ലാം. അപ്പൊ ആ അർത്ഥത്തിൽ നിഴൽ എന്ന പദത്തിന് ഒരുപാട് അർത്ഥം. പണ്ട് വഹാബികളോട് പറഞ്ഞ പോലെ പ്രാർത്ഥന എന്ന് പറഞ്ഞു വരുമല്ലോ, ആ പ്രാർത്ഥന എന്ന് പറഞ്ഞു വരുമ്പോൾ ഈ പ്രാർത്ഥന എന്ന മലയാള പദത്തിന് എത്ര അർത്ഥമുണ്ട്? അപ്പൊ വഹാബികൾ പറയും പ്രാർത്ഥന ശിർക്കാണ് എന്ന് പറയുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ഏതർത്ഥങ്ങൾ ഉദ്ദേശിച്ചത്? അതിന്
വെളിച്ചത്തിന്റെ അപ്പുറത്തുള്ള ഇരുട്ടി എന്ന അർത്ഥത്തിലുള്ള ഒരു നിഴലും ആരും പറഞ്ഞിട്ടില്ല. അതേസമയത്ത് സൈനബ റളിയല്ലാഹു അൻഹയെ ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവ്യക്തമായ ഒരു രൂപം കണ്ടു. അതിന് ലില്ലി എന്നാണ് അറബിയിൽ പറയുന്നത്. അത് ഹദീസിലുള്ളതല്ലേ? അത് സലാം സുല്ലമി പറഞ്ഞ പോലെ ആ ഹദീസിനെ അങ്ങ് തള്ളാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അപ്പൊ ആ നിഴൽ എന്ന് പറയാം, മലയാളമെങ്കിലും പഠിക്കണം. ഈ ആരോപണങ്ങൾ നിങ്ങളോടല്ല കേട്ടോ, ഇത് നിങ്ങളെ ഇത് പറഞ്ഞു തന്ന് പിന്നെ വിട്ടവർ, അതല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ കാലങ്ങളായിട്ട് ഉന്നയിച്ചിരിക്കുന്നവർ, അവർ ചുരുങ്ങിയത് മലയാളമെങ്കിലും പഠിക്കണം. അറബി അതായാലും അറിയൂല, എന്നാ പിന്നെ മലയാളമെങ്കിലും പഠിക്കണ്ടേ? ഇത് ശബ്ദധാരാവലി ആർക്കും കിട്ടുന്ന ഡിക്ഷണറി അല്ലേ? അത് മലയാളത്തിന്റെ അർത്ഥമില്ലേ അത്? അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലില്ലി എന്ന് പറയുന്ന പദം ഹദീസുകളിലുണ്ട്. അതുപോലെ തന്നെ ഹത്താ റഅയ്തു ലില്ലി വലില്ലക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസിൽ, നിരവധി ഹദീസിൽ ആ പദം വന്നിട്ടുണ്ട്. അപ്പൊ ലില്ലി എന്ന് പറയുമ്പോൾ അതിന് മലയാളത്തിലുള്ള ആ അർത്ഥമാണ്. അതിന് പല അർത്ഥങ്ങളുണ്ട്. ഈ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രകാശത്തിന് പുറത്ത് കാണുന്ന ഇരുട്ടി എന്ന അർത്ഥത്തിലുള്ള നിഴല് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിട്ടേ ഇല്ല. കാരണം അവിടുന്ന് നൂറാണ്. ആ നൂറിന് ഒരിക്കലും ദുൽമത്ത് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവൂല. ആ അർത്ഥത്തിലുള്ള ഒരു നിഴലും ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഉസ്താദെ, മുസ്നദിലെപ്പോൾ പേരുടെ ഉസ്താദ് അത് കണ്ടു എന്ന് പറയുന്ന നിഴൽ അതാണ്, ഒന്ന് വിശദീകരിക്കാവോ? അതല്ലേ ഇപ്പൊ പറഞ്ഞത് സുഹൃത്തെ. ഈ നിഴൽ എന്ന് പറയുമ്പോൾ പല അർത്ഥമുണ്ട്. സൈനബ ബീവി റളിയല്ലാഹു അൻഹ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ സൈനബ റളിയല്ലാഹു അൻഹയുടെ ആ സംഭവം ഇവിടെ വിശദീകരിക്കേണ്ടതില്ലല്ലോ. എന്താണത്? ഞാനൊന്ന് വിശദീകരിക്കാം. സൈനബ റളിയല്ലാഹു അൻഹയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഫിയ ബീവിയും ഒരു യാത്ര പോവാണ്. ആ യാത്ര പോയിക്കൊണ്ടിരിക്കെ സഫിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒട്ടകത്തിന് ചെറിയൊരു ക്ഷീണം വന്നു. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ ബീവിയോട് പറഞ്ഞു, നിങ്ങളൊരു ഒട്ടകം സഫിയാക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോ സഫിയ ബീവിയോട് പറഞ്ഞുപോയി, ആ യഹൂദിയത്തിന് ഞാൻ എന്റെ ഒട്ടകം കൊടുക്കാം എന്ന് പറഞ്ഞു. യഹൂദിയത്ത് എന്ന് പറയുന്ന ഒരു വാചകം മഹദിയോട് പറഞ്ഞുപോയി. അത് വളരെ ഗൗരവമുള്ളതാണ്. ഒരാളെയും ചീത്ത പറയാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് പണ്ഡിതന്മാരെ തെറി പറയാൻ പാടില്ല. ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത വാക്ക് പറയാൻ പാടില്ല. റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ലാതെ ദേഷ്യം പിടിച്ചു. അവിടുന്ന് സൈനബ ബീവിയോട് പിണങ്ങി. 2 മാസം അല്ലെങ്കിൽ 3 മാസം റസൂലുള്ളാഹി തങ്ങൾ പിണങ്ങി. എന്നിട്ട് അപ്പൊ സൈനബ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളെ പ്രതീക്ഷിക്കുന്നേ ഇല്ല സൈനബ റളിയല്ലാഹു അൻഹ. ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരികയാണ്. അപ്പൊ അവിടുന്ന് ഒരു പുരുഷന്റെ രൂപം ഇങ്ങനെ വരുന്നുണ്ട്. ആരാണ് എന്ന് വ്യക്തമല്ല. അങ്ങനെ അവ്യക്തമായ കാഴ്ചക്ക് ലില്ലി എന്ന് പറയാം. ആ ലില്ലി എന്ന പദത്തിന്റെ നേരെ അർത്ഥം നിഴൽ എന്നാണ്. അതിന്റെ അർത്ഥം വെളിച്ചത്തിന്റെ പുറത്ത് കാണുന്ന ഇരുട്ടി എന്നതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, അവ്യക്തമായ ഒരു രൂപം. ആ അർത്ഥമാണ് ഉസ്താദ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതാർക്കും മനസ്സിലാകുന്നതാണ്. അത് ഉസ്താദ് എന്നെ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. എന്നിട്ടും അതെല്ലാം നിങ്ങൾ ഉദ്ദേശിച്ചത് ഇതാണ്. പണ്ട് ഒരു രോഗി എണീറ്റ് പറഞ്ഞല്ലോ, ഞാൻ മരിച്ചിട്ടില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു, അലജ്ജ മരിച്ചു കിടക്കവിടെ എന്ന് പറയുന്ന ശൈലിയാണ് സഹോദരന്മാരെ അത്. അതുകൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് പ്രമാണത്തിന് നിരക്കാത്ത ഒന്നും പറയില്ല. അവർ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പ്രമാണങ്ങളുടെ കാവലുകാരാണ് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. വാളക്കുളം ഉസ്താദ് ഇപ്പൊ വിശദീകരിച്ച ഒരു ചോദ്യത്തിൽ തന്നെയാണ് എന്റെയും ഒരു സംശയം ഉയർന്നത്. പേരോട് ഉസ്താദ് വിശദീകരിച്ച ഫറഅത്തു ലില്ലഹു, സൈനബ ബീവി ആ നിയല് കണ്ടു എന്ന് ഉസ്താദ് പറഞ്ഞ ആ നിയല്, ഭൂമിയിൽ പതിഞ്ഞ ആ നിയല്, ഉസ്താദ് ഈ ഡിക്ഷണറി എടുത്ത് വിശദീകരിച്ച ഏത് നിയലാണ്? അത് കണ്ണാടി നിയലാണോ, അതല്ല ഇരുട്ടിന്റെ അപ്പുറമുള്ള വേറെ ഏതോ നിയലാണോ? അത് വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ നിയൽ വിഷയത്തിൽ മുമ്പ് അലവി സക്കാഫി ഉസ്താദും മുജാഹിദുകളൊക്കെ തമ്മിൽ വലിയ തർക്കവും പിന്നെ മുഖാമുഖവും ഒക്കെ നടന്നതാണ്. അതുകൊണ്ടാണ് ഇത് ചോദ്യത്തിന് മറുപടി വളരെ വ്യക്തമായി എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ്. അസീസ് സക്കാഫി വളരെ കൃത്യമായി അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വളർച്ചയും അതിൻ്റെ ഉയർച്ചയും കാണുന്നതിൽ അസൂയപ്പെടുന്ന ചില കള്ളത്തൊരീക്കത്തുകാരുണ്ട്. അവർക്ക് ഇത്തരം പരിപാടികൾ കോളാക്കണം എന്ന ഒരു നിയത്തുണ്ടോ എന്ന് നമ്മൾ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ വ്യക്തമായി അതിൻ്റെ മറുപടി വാളക്കുളം സക്കാഫി ഉസ്താദ് പറഞ്ഞു. നിഴൽ എന്ന് പറഞ്ഞാൽ അതിനൊരുപാട് അർത്ഥമുണ്ട്. അവിടെ നിഴലാട്ടം എന്ന് നമ്മൾ പറയാറുണ്ട്. ബീവി സൈനബ റളിയല്ലാഹു അൻഹ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ കുറച്ച് അകന്നു നിന്നു ആ വാക്ക് പ്രയോഗത്തിന്റെ പേരിൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വന്ന നബി തങ്ങളുടെ അവ്യക്തമായ രൂപം കണ്ടു. അപ്പൊ അതിന് നിഴലാട്ടം എന്ന് പറയാം. ഹദീസിൽ വില്ല് എന്ന് വന്നതുകൊണ്ട് അവിടെ സലാം സുല്ലമി ഹദീസ് വലിച്ചെറിയുന്നത് പോലെ സുന്നികൾക്ക് ഹദീസ് വലിച്ചെറിയാൻ പറ്റൂല. അഭിയുന്നരായ പേരോട് ഉസ്താദിന്റെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ കേരളത്തിൽ മുഴുവനും സുന്നികളും കേട്ടിട്ടുള്ളതാണ്. എന്നെ കുറിച്ച് ഹബീബായ മുത്തുനബിയെ കുറിച്ച് നേലുണ്ട് എന്ന് പറയുന്നവർക്ക് ഞാൻ പൊരുത്തപ്പെടില്ല, ഞാൻ അങ്ങനെ അർത്ഥം ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മൗലാന പേരോട് ഉസ്താദ് പറഞ്ഞിട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നെടുംതൂണാകുന്ന പണ്ഡിതന്മാരെ തേജോവധം ചെയ്യാനുള്ള ചില കള്ളത്തൊരീക്കത്തുകാരുടെ കുതന്ത്രത്തിന് ഒരിക്കലും വഴിതരാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല, അതിന് സമ്മതവുമല്ല. ഇത് മനസ്സിലാകാൻ പറ്റുന്നിടത്തോളം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ കള്ളത്തൊരീക്കത്ത് ഇവിടെ പ്രചരിപ്പിക്കുന്ന ആശാൻ അവനാണ് പറഞ്ഞത് ഞാൻ മുത്തുനബിയുടെ ഷാർ മുബാറക്കിന് ഈ അത്തറ് തേച്ചപ്പോൾ നിഴല് കണ്ടു എന്ന് പറഞ്ഞത് ആ കള്ളത്തൊരീക്കത്തുകാരനാണ്. അവനാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ തേജോവധം ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തലപ്പാവ് ധരിച്ചു പോകുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഡ്രസ്സ് ധരിച്ചു പോകുമ്പോൾ ഒരു അത്തറ് തേക്കുമ്പോഴേക്കും മുത്തുനബിയുടെ നൂറാനിയത്തിനെ മറക്കുന്ന നിഴലുണ്ട് എന്ന് പറഞ്ഞ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാക്കൾ പറഞ്ഞ ആശയത്തിന് ഘടകവിരുദ്ധമായി പറഞ്ഞ അവൻ അപ്പോൾ റസൂലുള്ള കുപ്പായം ധരിക്കുമ്പോൾ, നബി തങ്ങൾ തലപ്പാവ് ധരിക്കുമ്പോൾ ആ ഒരു മറയുണ്ടാകുമ്പോൾ തങ്ങൾക്ക് നിഴലുണ്ടാകും എന്ന് പറയുന്നിടത്തേക്ക് എത്തിയ ഇത്തരം ആളുകളെ അഭിവന്ദരായ സുൽത്താൻ ഉലമയും റഈസുൽ ഉലമയും അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. അവരുടെ ആത്മീയതയിലും അവരുടെ തഖ്വയിലും മുസ്ലിം ഉമ്മത്തിന് യാതൊരു സംശയവുമില്ല. ആ കള്ളത്തൊരീക്കത്തുകാരൻ അവൻ ചേകനൂരായി പോകും എന്നവരെ അഭിവന്ദരായ സുലൈമാൻ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ അറുവസളൻ ആശയങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് അടക്കമുള്ള AP ഉസ്താദ് അടക്കമുള്ള മഹാരഥന്മാർ അബ്ദുൽ അസീസ് സഖാഫി ഓരോ ദിവസവും അവരുടെ അണ്ണാക്ക് തറക്കും വിധം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പറഞ്ഞതല്ല നാളെ പറഞ്ഞതല്ല മറ്റന്നാൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രാവിലെ നടത്തിയ പ്രഭാഷണത്തിന് വൈകുന്നേരം സ്വന്തം പ്രഭാഷണത്തിന് മറുപടി പറയുന്ന ഒരു മാനസിക രോഗിക്ക് ഇവിടെ ഞങ്ങൾക്ക് മറുപടി പറയാൻ സന്നദ്ധമല്ല. ആളുകൾക്ക് മനസ്സിലാകും വിധം, ആളുകൾക്ക് കൃത്യമാകും വിധം ഇവിടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് മുജാഹിദിനെതിരെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ, ഇവിടെയുള്ള ബിദ്അത്തുകാർക്കെതിരെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളടുത്ത് എന്തോ ഒരു സംഗതിയുണ്ട് എന്ന് പറഞ്ഞു വരികയാണ്. അഭിയൊന്നരായ സുൽത്താൻ ഉലമ അബ്ദുൽ അസീസ് സഖാഫിയെ മിനിഞ്ഞാന്ന് വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ കൃത്യമായി അത് പറയണം, അത് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ദുആ ചെയ്ത് വിട്ടതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട്, ഉറങ്ങുന്നവരെ നമുക്ക് അതിൽ നിന്ന് ഉണർത്താം, ഉറക്കുന്നടിക്കുന്നവരെ നമുക്ക് ഉണർത്താൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരോടും പ്രബോധകരോടും പറയാനുള്ളത്, അബ്ദുൽ അസീസ് സഖാഫി അക്കമിട്ട് ഈ കള്ളത്തൊരീക്കത്തുകാരുടെ ഓരോ വിദണ്ഡവാദങ്ങൾക്കും ആശയങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. എല്ലാവരും അദ്ദേഹത്തിന്റെ യൂട്യൂബ് അത് കണ്ടാൽ ഇവന്മാര് ഏതവസ്ഥയിലാണ് എത്തിയത്. സുലൈമാൻ ഉസ്താദ് പറഞ്ഞതുപോലെ ചേകനൂര് മാത്രമല്ല അതിനപ്പുറത്തേക്കും അവരെത്തും. അതുകൊണ്ട് പ്രസക്തമായ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മിനിറ്റ്, എൻ്റെ പഠിക്കുന്ന കാലത്തുള്ള പരിചയമുള്ള ആളാണ് ഈ ഫാദിലി. അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, നമുക്ക് കോട്ടൂർ ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് ഉസ്താദ് എന്താണോ പറയുന്നത് അത് നമുക്ക് കേൾക്കാം എന്ന് പറഞ്ഞ് ക്ഷണിച്ചതാണ്. അദ്ദേഹം ഇതുവരെ വന്നിട്ടില്ല. അദ്ദേഹം പിന്നെ കാണുന്നത് ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞത് ആ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയും റഈസുൽ ഉലമയും കോട്ടൂർ ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങൾ എന്താണോ പറയുന്നത് അതിലൂടെ പോയാലാണ് നമ്മുടെ ആഖിറം രക്ഷപ്പെടൂ എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്.